അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ കാണാം. ഇത് 450x350 ആണ്. ഷ്രിങ്ക് ടണലിൽ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ സൈസാണ്. ഇതിനകത്ത് നമുക്ക് 1 ലിറ്റർ ബോട്ടിൽസ് എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് മുകളിലുള്ള സൈസ് നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 450 mm വിഡ്ത്താണ് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് 350 mm ഹൈറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോഡക്റ്റുകൾ എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതെന്ന് നോക്കാം. മെയിൻ സ്വിച്ച് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് വരുന്നത് ഇതിൻ്റെ വിൻമില്ലാണ്. വിൻമില്ല് നമുക്ക് ഓൺ ചെയ്യാവുന്നതാണ്. മെഷീൻ ഓണാണ്. ഇനി നമുക്കിതിൻ്റെ ഹീറ്റർ ഉണ്ട്. ഹീറ്റർ ഓൺ ചെയ്ത് കൊടുക്കാം. ഈ ഹീറ്ററിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള PID കൺട്രോളറാണിത്. നമ്മളുടെ പ്രോഡക്റ്റിന് ആവശ്യമായ ഹീറ്റ് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന കൺവെയറാണ്. കൺവെയർ ഓൺ ചെയ്യാം. കൺവെയർ സ്പീഡും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഡക്റ്റിന് ആവശ്യമായ ഹീറ്റ്, സ്പീഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുക. മെഷീനൊന്ന് ഹീറ്റായി വരാനായിട്ട് ഒരു 5 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഹീറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് നമുക്ക് കൺവെയറിൽ ലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും അടുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ ബാറ് വെച്ച് പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതുപോലെ 4 സൈഡും സീൽ ചെയ്ത് ഇനി നേരെ ഷ്രിങ്ക് ടണലിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബോക്സുകൾ ഷ്രിങ്ക് റാപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഷ്രിങ്ക് റാപ്പ് ആയിട്ടുണ്ട്. 2 കോർണറിലും ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡിയായി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ആവശ്യമായുള്ള സൈസിൽ പൗച്ച് ഫോമായി. ഇനി നമുക്കിതിനെ മെഷീനിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇതേപോലെ പൗച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാച്ച് ചെയ്യാം. നിങ്ങളുടെ ജ്യൂസ് ആവട്ടെ, മറ്റേതെങ്കിലും പ്രോഡക്റ്റ്സ് ആവട്ടെ, കൂടുതൽ എണ്ണ ഉള്ളതിനെ ഒരുമിച്ച് വെച്ച് നമുക്കിതുപോലെ ഷ്രിങ്ക് ചെയ്ത് ബാച്ചായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാധനം കട്ടായി ഇതുപോലെ നമുക്ക് ബാച്ച് ചെയ്യാൻ പാകത്തിന് വരും. ഇനി നമുക്കിതിനെ മെഷീനിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽസ് നമ്മൾ ഷ്രിങ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഷ്രിങ്ക് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രോഡക്ട്സും ഇതുപോലെ തന്നെ ഷ്രിങ്ക് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ പ്രോഡക്ട്സും ഇതുപോലെ ബാച്ച് ചെയ്യാനാകട്ടെ, അതല്ലെങ്കിൽ ഇതുപോലെ സ്ലീവ് ഇടാനാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ തരാം. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസ്, കോഡിംഗ് മെഷീൻ, സെക്കൻഡറി പാക്കിംഗ് മെഷീൻ മുതലായ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.